ശാന്തി 4/9/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടെ അടുക്കൽ വികാരിയിൽ നിന്നും നിർവികാരിയാകുവാൻ വന്നിരിക്കുന്നു. അതിനാൽ നിങ്ങളിൽ ഒരു ഭൂതവും ഉണ്ടായിരിക്കാൻ പാടില്ലാത്തതാണ്. ചോദ്യം: മുഴുവൻ കൽപ്പത്തിലും പഠിപ്പിക്കപ്പെടാത്ത ഏതൊരു പഠനമാണ് ബാബ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഉത്തരം: പുതിയ രാജധാനി സ്ഥാപിക്കുന്നതിൻ്റെ പഠനവും മനുഷ്യന് രാജപദം നൽകുന്നതിൻ്റെ പഠനവും ഈ സമയത്ത് സുപ്രീം ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഈ പുതിയ പഠനം മുഴുവൻ കൽപ്പത്തിലും പഠിപ്പിക്കപ്പെടുന്നില്ല. ഈ പഠനത്തിലൂടെ സത്യുഗി രാജധാനി സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. ഓം ശാന്തി. കുട്ടികൾ ഇതറിയുന്നുണ്ട്. നമ്മൾ ആത്മാവാണ്, ശരീരമല്ല. ഇതിനെ ദേഹി അഭിമാനി എന്ന് പറയുന്നു. മനുഷ്യർ എല്ലാവരും ദേഹാഭിമാനിയാണ്. ഇത് പാപാത്മാക്കളുടെ ലോകം തന്നെയാണ്, അഥവാ വികാരി ലോകമാണ്, രാവണ രാജ്യമാണ്. സത്യയുഗം പാസ്റ്റായി. അവിടെ എല്ലാവരും നിർവികാരിയായി കഴിഞ്ഞിരുന്നു. കുട്ടികൾക്കറിയാം, നമ്മൾ തന്നെയാണ് പവിത്ര ദേവീ ദേവതയായിരുന്നത്. അവർ 84 ജന്മങ്ങൾക്ക് ശേഷം പിന്നെ പതീതമായിരിക്കുന്നു. എല്ലാവരും 84 ജന്മങ്ങൾ എടുക്കുന്നില്ല. ഭാരതവാസികൾ തന്നെയാണ് ദേവീ ദേവന്മാർ ആയിരുന്നത്. അവർ 82, 83, 84 ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. അവർ തന്നെയാണ് പതീതമായിരിക്കുന്നത്. ഭാരതം തന്നെയാണ് അവിനാശി ഖണ്ഡം എന്ന് പാടപ്പെട്ടിട്ടുള്ളത്. എപ്പോഴാണോ ഭാരതത്തിൽ ലക്ഷ്മി നാരായണൻ്റെ രാജ്യം ഉണ്ടായിരുന്നത്, അപ്പോൾ ഇതിനെ പുതിയ ലോകമെന്നും പുതിയ ഭാരതം എന്നും പറയുമായിരുന്നു. ഇപ്പോൾ പഴയ ലോകമാണ്, പഴയ ഭാരതമാണ്. മറ്റത് സമ്പൂർണ്ണ നിർവികാരിയായിരുന്നു. ഒരു വികാരവും ഉണ്ടായിരുന്നില്ല. ആ ദേവതമാർ തന്നെയാണ് 84 ജന്മങ്ങളെടുത്ത് ഇപ്പോൾ പതീതമായിരിക്കുന്നത്. കാമത്തിൻ്റെ ഭൂതം, ക്രോധത്തിൻ്റെ ഭൂതം, ലോഭത്തിൻ്റെ ഭൂതം, ഇതെല്ലാം കടുത്ത ഭൂതങ്ങളാണ്. ഇവയിൽ മുഖ്യമായത് ദേഹാഭിമാനത്തിൻ്റെ ഭൂതമാണ്. രാവണൻ്റെ രാജ്യമാണല്ലോ. ഈ രാവണൻ ഭാരതത്തിന് പകുതി കൽപ്പത്തെ ശത്രുവാണ്. അപ്പോൾ മനുഷ്യരിൽ 5 വികാരം പ്രവേശിക്കുന്നു. ഈ ദേവതമാരിൽ ഈ ഭൂതം ഉണ്ടായിരുന്നില്ല. പിന്നെ പുനർജന്മം എടുത്തെടുത്ത് ഇവരുടെ ആത്മാവും വികാരങ്ങളിൽ വന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ എപ്പോഴാണോ ദേവീ ദേവതയായിരുന്നത്, അപ്പോൾ ഒരു വികാരത്തിൻ്റെയും ഭൂതം ഉണ്ടായിരുന്നില്ല. സത്യത്രേതായുഗത്തെ പറയുന്നത് തന്നെ രാമരാജ്യം എന്നാണ്. ദ്വാപര കലിയുഗത്തെ പറയുന്നത് രാവണ രാജ്യം എന്നാണ്. ഇവിടെ ഓരോ നരനിലും നാരിയിലും 5 വികാരമുണ്ട്. ദ്വാപരമുഖ മുതൽ കലിയുഗം വരെ 5 വികാരം തുടരുന്നു. ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിൽ ഇരിക്കുന്നു. പരിധിയില്ലാത്ത പിതാവിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്, വികാരിയിൽ നിന്നും നിർവികാരി ആകുന്നതിനു വേണ്ടി. നിർവികാരിയായി അഥവാ ആരെങ്കിലും വികാരത്തിലേക്ക് വീഴുകയാണെങ്കിൽ ബാബ എഴുതുന്നു, നിങ്ങൾ മുഖം കറുപ്പിച്ചു. ഇപ്പോൾ മുഖം വെളുത്തതാകുന്നത് പ്രയാസമാണ്. 5 നിലയിൽ നിന്നും വീഴുന്നത് പോലെയാണ്. എല്ലുകൾ പൊട്ടിപ്പോകുന്നു. ഗീതയിലുമുണ്ട്, ഭഗവാൻ വാച കാമം മഹാശത്രുവാണ്. ഭാരതത്തിൻ്റെ വാസ്തവിക ധർമ്മശാസ്ത്രം തന്നെ ഗീതയാണ്. ഓരോ ധർമ്മത്തിനും ഒരേ ഒരു ശാസ്ത്രമാണുള്ളത്. ഭാരതവാസികൾക്കാണെങ്കിൽ അനേകം ശാസ്ത്രങ്ങളുണ്ട്. അതിനെ ഭക്തി എന്ന് പറയുന്നു. പുതിയ ലോകം സദോപ്രധാന ഗോൾഡൻ ഏജാണ്. അവിടെ ഏതെങ്കിലും അടിവഴക്കുകൾ ഉണ്ടായിരുന്നില്ല. ദീർഘായുസ് ഉണ്ടായിരുന്നു. എവർ ഹെൽത്തിയും വെൽത്തിയും ആയിരുന്നു. നിങ്ങൾക്ക് സ്മൃതി വന്നു, നമ്മൾ ദേവതമാർ വളരെ സുഖം അനുഭവിച്ചവരായിരുന്നു. അവിടെ അകാല മൃത്യു ഉണ്ടാകുന്നില്ല. കാലൻ്റെ ഭയം ഉണ്ടായിരിക്കുന്നില്ല. അവിടെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എല്ലാം ഉണ്ടായിരിക്കും. നരകത്തിൽ ഹാപ്പിനെസ് ഉണ്ടായിരിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ശരീരത്തിൻ്റെ രോഗം ബാധിക്കുന്നു. ഇത് അപാര ദുഃഖങ്ങളുടെ ലോകമാണ്.
മറ്റത് അപാര സുഖങ്ങളുടെ ലോകമാണ്. പരിധിയില്ലാത്ത ബാബ ദുഃഖങ്ങളുടെ ലോകത്തെ രചിക്കില്ല. ബാബ സുഖത്തിൻ്റെ ലോകമാണ് രചിച്ചത്. പിന്നെ രാവണ രാജ്യം വന്നു. അപ്പോൾ അതിലൂടെ ദുഃഖവും അശാന്തിയും ലഭിച്ചു. സത്യയുഗമാണ് സുഖധാമം, കലിയുഗമാണ് ദുഃഖധാമം. വികാരത്തിൽ പോവുക എന്നാൽ അന്യോന്യം കാമകഠാര പ്രയോഗിക്കുക എന്നാണ്. മനുഷ്യൻ പറയുന്നു, ഇത് ഭഗവാന്റെ രചനയാണല്ലോ. എന്നാൽ അല്ല, ഭഗവാന്റെ രചനയല്ല, ഇത് രാവണന്റെ രചനയാണ്. ഭഗവാൻ സ്വർഗമാണ് രചിച്ചത്. അവിടെ കാമകഠാര ഉണ്ടായിരിക്കുകയില്ല. ദുഃഖവും സുഖവും ഭഗവാൻ നൽകുന്നു എന്നൊന്നുമല്ല. പരിധിയില്ലാത്ത പിതാവായ ഭഗവാൻ കുട്ടികൾക്ക് ദുഃഖം എങ്ങനെ നൽകും? ആ ഒന്ന് പറയുന്നു, ഞാൻ സുഖത്തിൻ്റെ സമ്പത്ത് നൽകുന്നു. പിന്നെ പകുതി കൽപ്പത്തിനു ശേഷം രാവണൻ ശപിക്കുന്നു. സത്യയുഗത്തിൽ അളവറ്റ സുഖമുണ്ടായിരുന്നു, ധനസമ്പത്തുകളുണ്ടായിരുന്നു. ഒരേ ഒരു സോമനാഥൻ്റെ ക്ഷേത്രത്തിൽ എത്ര വജ്ര വൈഢൂര്യങ്ങൾ ഉണ്ടായിരുന്നു. ഭാരതം എത്ര സോൾവെൻ്റ് ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇൻസോൾവെൻ്റ് ആണ്. സത്യയുഗത്തിൽ 100% സോൾവെൻ്റ്, കലിയുഗത്തിൽ 100% ഇൻസോൾവെൻ്റ്. ഈ കളി ഉണ്ടാക്കപ്പെട്ടതാണ്. ഇപ്പോൾ അയൺ ഏജ് ആണ്. മാലിന്യം ചേർന്ന് തീർത്തും തമോ പ്രധാനമായിരിക്കുന്നു. എത്ര ദുഃഖമാണ്. ഈ എയ്റോപ്ലെയിനും മറ്റും 100 വർഷത്തിനിടയിലാണ് ഉണ്ടായത്. ഇതിനെ മായയുടെ പോംപ് എന്ന് പറയുന്നു. അപ്പോൾ മനുഷ്യർ വിചാരിക്കുന്നു സയൻസ് സ്വർഗമുണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇത് രാവണൻ്റെ സ്വർഗമാണ്. കലിയുഗത്തിൽ മായയുടെ പോംപ് കാണുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതേ പ്രയാസമാണ്. നമ്മളുടെ അടുക്കൽ കൊട്ടാരവും വാഹനങ്ങളും മറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ബാബ പറയുന്നു, സ്വർഗത്തെ സത്യയുഗം എന്ന് പറയുന്നു. ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യമായിരുന്നപ്പോൾ. ഇപ്പോൾ ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യമൊന്നുമല്ല. ഇപ്പോൾ കലിയുഗത്തിനു ശേഷം വീണ്ടും ഇവരുടെ രാജ്യം വരും. ആദ്യം ഭാരതം വളരെ ചെറുതായിരുന്നു. പുതിയ ലോകത്തിൽ ഉണ്ടായിരിക്കുന്നതേ 9 ലക്ഷം ദേവതമാരാണ്, അത്രമാത്രം. പിന്നീട് അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ സൃഷ്ടിയും അഭിവൃദ്ധി പ്രാപിക്കുന്നുവല്ലോ. ആദ്യം കേവലം ദേവീദേവന്മാരാണ് ഉണ്ടായിരുന്നത്. പരിധിയില്ലാത്ത ബാബ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല. ആ ഒന്നിനെ പറയുന്നത് നോളജ്ഫുൾ ഗോഡ് ഫാദർ എന്നാണ്. സർവ ആത്മാക്കളുടെയും ഫാദറാണ്. ആത്മാക്കളെല്ലാം സഹോദരന്മാരാണ്. പിന്നെ സഹോദരന്മാർ ആകുന്നു. നിങ്ങളേവരും ഒരു പ്രജാപിത ബ്രഹ്മാവിൻ്റെ അഡോപ്റ്റഡ് ചിൽഡ്രൻ ആണ്. എല്ലാ ആത്മാക്കളും ആ ഒന്നിൻ്റെ സന്താനം തന്നെയാണ്. ആ ഒന്നിനെ പറയുന്നത് പരംപിതാവ് എന്നാണ്. ആ ഒന്നിൻ്റെ നാമമാണ് ശിവൻ. ഇത്രമാത്രം. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, എൻ്റെ നാമം ഒരേ ഒരു ശിവൻ എന്നാകുന്നു. പിന്നെ ഭക്തിമാർഗത്തിൽ മനുഷ്യർ ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ധാരാളം നാമങ്ങൾ വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഭക്തിയുടെ സാമഗ്രി എത്ര അനേകമാണ്. അതിനെ പഠനം എന്ന് പറയില്ല. അതിൽ എയിം ഓബ്ജക്റ്റ് ഒന്നും തന്നെയില്ല. താഴേക്ക് ഇറങ്ങുന്നതിൻ്റേത് തന്നെയാണ്. താഴെ ഇറങ്ങി തമോ പ്രധാനമായി മാറുന്നു. വീണ്ടും എല്ലാവർക്കും സതോ പ്രധാനം ആകേണ്ടതുണ്ട്. നിങ്ങൾ സതോ പ്രധാനമായി സ്വർഗത്തിൽ വരും. ബാക്കി എല്ലാവരും സതോ പ്രധാനമായി ശാന്തിധാമത്തിൽ ഇരിക്കും. ഇത് നല്ല രീതിയിൽ ഓർമ്മിക്കൂ. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ വിളിച്ചു. ബാബ, പതീതരായ നമ്മളെ വന്ന് പാവനമാക്കൂ. ഇപ്പോൾ ഞാൻ മുഴുവൻ ലോകത്തെയും പാവനമാക്കുവാൻ വന്നിരിക്കുന്നു. മനുഷ്യർ വിചാരിക്കുന്നു ഗംഗാ സ്നാനം ചെയ്യുന്നതിലൂടെ പാവനമായി മാറും എന്ന്. ഗംഗയെ പതീത പാവനിയായി വിചാരിക്കുന്നു. കിണറിൽ നിന്നും ജലം വന്നുവെങ്കിൽ അതിനെയും ഗംഗാജലമായി വിചാരിച്ച് സ്നാനം ചെയ്യുന്നു. ഗുപ്ത ഗംഗയായി വിചാരിക്കുന്നു. തീർത്ഥയാത്രയ്ക്ക് പോവുകയോ ഏതെങ്കിലും പർവ്വതത്തിൽ പോവുകയോ ചെയ്യുന്നുവെങ്കിൽ അതിനെയും ഗുപ്ത ഗംഗ എന്ന് പറയും.
ഇതിനെ അസത്യം എന്ന് പറയുന്നു. ഗോഡ് ഈസ് ട്രൂത്ത് എന്ന് പറയുന്നു. പിന്നെ രാവണ രാജ്യത്തിൽ എല്ലാം അസത്യം പറയുന്നവരാണ്. ഗോഡ് ഫാദർ തന്നെയാണ് സത്യഖണ്ഡം സ്ഥാപിക്കുന്നത്. അവിടെ അസത്യത്തിൻ്റെ കാര്യമേ ഇല്ല. ദേവതമാർക്ക് ഭോഗം ശുദ്ധമായതാണ് അർപ്പിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ആസുരീയ രാജ്യമാണ്. സത്യത്രേതായുഗം ഈശ്വരീയ രാജ്യമാണ്. അതിപ്പോൾ സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. ഈശ്വരൻ തന്നെയാണ് വന്ന് എല്ലാവരെയും പാവനമാക്കുന്നത്. ദേവതമാരിൽ ഒരു വികാരവും ഉണ്ടായിരിക്കുന്നില്ല. യഥാ രാജാറാണി തഥാ പ്രജ എല്ലാവരും പവിത്രമാകുന്നു. ഇവിടെ എല്ലാവരും പാപിയും കാമിയും ക്രോധിയുമാണ്. പുതിയ ലോകത്തെ സ്വർഗമെന്നും ഇതിനെ നരകമെന്നും പറയുന്നു. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നരകത്തെ സ്വർഗമാക്കുവാൻ സാധിക്കില്ല. ഇവിടെ എല്ലാവരും നരകവാസിയും പതീതവുമാണ്. സത്യയുഗത്തിൽ പാവനമാണ്. അവിടെ നമ്മൾ പതീതത്തിൽ നിന്നും പാവനമാകുന്നതിനായി സ്നാനം ചെയ്യാൻ പോകുന്നു എന്നൊന്നും പറയില്ല. ഇത് വെറൈറ്റി മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷമാണ്. ബീജരൂപമാണ് ഭഗവാൻ. ആ ഒന്ന് രചന രചിക്കുന്നു. ആദ്യം ദേവീ ദേവതമാരെ രചിക്കുന്നു. പിന്നെ അഭിവൃദ്ധി പ്രാപിച്ച് ഇത്രയും ധർമ്മങ്ങൾ ഉണ്ടാകുന്നു. ആദ്യം ഒരു ധർമ്മം ഒരു രാജ്യവും ആയിരുന്നു. സുഖം തന്നെ സുഖമായിരുന്നു. വിശ്വത്തിൽ ശാന്തി ഉണ്ടാകണം എന്ന് മനുഷ്യർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് ഇപ്പോൾ നിങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാവരും ഇല്ലാതായി പോകും. പിന്നെ കുറച്ചു പേർ അവശേഷിക്കും. ഈ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ കലിയുഗത്തിൻ്റെ അന്തിമത്തിൻ്റെയും സത്യയുഗത്തിൻ്റെ ആദിയുടെയും പുരുഷോത്തമ സംഗമയുഗമാണ്. ഇതിനെ പറയുന്നത് മംഗളകാരി പുരുഷോത്തമ സംഗമയുഗം എന്നാണ്. കലിയുഗത്തിന് ശേഷം സത്യയുഗം സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. നിങ്ങൾ സംഗമത്തിൽ പഠിക്കുന്നു. ഇതിൻ്റെ ഫലം സത്യയുഗത്തിൽ ലഭിക്കും. ഇവിടെ എത്രത്തോളം പവിത്രമാവുകയും പഠിക്കുകയും ചെയ്യുന്നുവോ അത്രയും ഉയർന്ന പദവി ലഭിക്കും. ഇങ്ങനെയുള്ള പഠനം എവിടെയും ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് ഈ പഠനത്തിൻ്റെ സുഖം പുതിയ ലോകത്തിൽ ലഭിക്കും. അഥവാ ഏതെങ്കിലും ഭൂതം ഉണ്ടായിരിക്കുമെങ്കിൽ ഒന്നാമതായി ശിക്ഷ അനുഭവിക്കേണ്ടി വരും. രണ്ടാമതായി അവിടെ പദവി കുറഞ്ഞു പോവുകയും ചെയ്യും. ആര് സമ്പൂർണമായി മറ്റുള്ളവരെയും പഠിപ്പിക്കുമോ അപ്പോൾ ഉയർന്ന പദവിയും നേടും. എത്ര സെൻറ്റേഴ്സ് ഉണ്ട്? ലക്ഷക്കണക്കിന് സെൻറ്റേഴ്സ് ഉണ്ടാകും. മുഴുവൻ വിശ്വത്തിലും സെൻറ്റേഴ്സ് തുറക്കും. പാപാത്മാവിൽ നിന്നും പുണ്യ ആത്മാവാവുക തന്നെ വേണം. നിങ്ങൾക്ക് എയിം ഓബ്ജക്റ്റുമുണ്ട്. പഠിപ്പിക്കുന്നവൻ ഒരു ശിവ ബാബയാണ്. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരവും സുഖത്തിൻ്റെ സാഗരവുമാണ്. ബാബ തന്നെയാണ് വന്ന് പഠിപ്പിക്കുന്നത്. ഇദ്ദേഹമല്ല പഠിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിലൂടെ ആ ഒന്ന് പഠിപ്പിക്കുന്നു. ഇദ്ദേഹത്തെ ഭഗവാന്റെ രഥം അഥവാ ഭാഗ്യശാലി രഥം എന്ന് പാടപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ എത്ര പദമാപദം ഭാഗ്യശാലിയാക്കുന്നു. നിങ്ങൾ വളരെയധികം ധനികരാകുന്നു. ഒരിക്കലും രോഗബാധിതം ആകുന്നില്ല. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എല്ലാം ലഭിക്കുന്നു. ഇവിടെ ധനം ഉണ്ടായിരുന്നാലും രോഗങ്ങളും മറ്റുമുണ്ട്. ആ ഹാപ്പിനെസ് നിലനിൽക്കുക സാധ്യമല്ല. എന്തെങ്കിലുമൊക്കെ ദുഃഖമുണ്ടായിരിക്കും. അതിൻ്റെ പേര് തന്നെ സുഖധാമം, സ്വർഗം, പാരഡൈസ് എന്നാണ്. ഈ ലക്ഷ്മി നാരായണന് ഈ രാജ്യം ആരാണ് നൽകിയത്? ഇത് ആരും അറിയുന്നില്ല. ഇവർ ഭാരതത്തിൽ വസിച്ചിരുന്നു. വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. ഒരു പാർട്ടീഷനും മറ്റും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ എത്ര പാർട്ടീഷനാണ്! രാവണ രാജ്യമാണ്. എത്ര കഷ്ണങ്ങൾ ആയിരിക്കുകയാണ്. അടികൂടിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണെങ്കിൽ മുഴുവൻ ഭാരതത്തിലും ഈ ദേവീദേവന്മാരുടെ രാജ്യമായിരുന്നു. അവിടെ മന്ത്രിയും മറ്റും ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ നോക്കൂ, എത്ര മന്ത്രിമാരാണുള്ളത്. കാരണം ബുദ്ധിയില്ലാത്തവരാണ്. മന്ത്രിയും ഇതേപോലെ തന്നെ തമോ പ്രധാനവും പതീതവുമാണ്. പതീതമായത്
പതിതവുമായി ചേരുന്നു. അതായത് പതീതമായതിനെ ആകർഷിക്കുന്നു. ദരിദ്രമായി മാറുന്നു, കടമെടുക്കുന്നു. സത്യയുഗത്തിൽ ധാന്യങ്ങളും ഫലങ്ങളും മറ്റും വളരെ സ്വാദിഷ്ടമായിരിക്കും. നിങ്ങൾ അവിടെ പോയി എല്ലാം അനുഭവിച്ച ശേഷം വരുന്നു. സൂക്ഷ്മവതനത്തിലും പോകുന്നു, അപ്പോൾ സ്വർഗത്തിലും പോകുന്നു. ബാബ പറയുന്നു, സൃഷ്ടിചക്രം എങ്ങനെയാണ് തിരിയുന്നത്? ആദ്യം ഭാരതത്തിൽ ഒരേ ഒരു ദേവീ ദേവതാ ധർമ്മമായിരുന്നു. രണ്ടാമതൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. പിന്നെ ദ്വാപരയിൽ രാവണ രാജ്യം ആരംഭിക്കുന്നു. ഇപ്പോൾ വികാരി ലോകമാണ്. പിന്നെ നിങ്ങൾ പവിത്രമായി നിർവികാരി ദേവതയാകുന്നു. ഇത് സ്കൂളാണ്. ഭഗവാൻ വാച, ഞാൻ കുട്ടികളായി നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. നിങ്ങൾ ഭാവിയിൽ ഇതാകും. രാജപദത്തിൻ്റെ പഠനം മറ്റെവിടെയും ലഭിക്കുന്നില്ല. ബാബ തന്നെയാണ് വന്ന് പഠിപ്പിച്ച് പുതിയ ലോകത്തിൻ്റെ രാജധാനി നൽകുന്നത്. സുപ്രീം ഫാദറും ടീച്ചറും സദ്ഗുരുവും ഒരേ ഒരു ശിവ് ബാബയാണ്. ബാബ എന്നാൽ തീർച്ചയായും സമ്പത്ത് ലഭിക്കേണ്ടതാണ്. ഭഗവാൻ തീർച്ചയായും സ്വർഗത്തിൻ്റെ സമ്പത്ത് തന്നെയായിരിക്കും നൽകുക. രാവണനെ ഓരോ വർഷവും കത്തിക്കുന്നു. ഇതാണ് ഭാരതത്തിൻ്റെ നമ്പർ 1 ശത്രു. രാവണൻ എത്ര അസുരനാക്കി മാറ്റിയിരിക്കുന്നു. ഇതിൻ്റെ രാജ്യം 2500 വർഷം നടക്കുന്നു. നിങ്ങളോട് ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ സുഖധാമത്തിൻ്റെ അധികാരിയാക്കുന്നു. രാവണൻ നിങ്ങളെ ദുഃഖധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങളുടെ ആയുസ്സും കുറഞ്ഞു പോകുന്നു. പെട്ടെന്ന് അകാല മൃത്യു ഉണ്ടാകുന്നു. അനേകം രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇങ്ങനെയുള്ള ഒരു കാര്യവും ഉണ്ടാകുന്നില്ല. പേര് തന്നെ സ്വർഗം എന്നാണ്. ഇപ്പോൾ സ്വയം ഹിന്ദു എന്ന് പറയുന്നു, കാരണം പതീതമാണ്. അപ്പോൾ ദേവത എന്ന് വിളിക്കപ്പെടാൻ യോഗ്യമല്ല. ബാബ ഈ രഥത്തിലൂടെ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇദ്ദേഹത്തിൻ്റെ സമീപത്ത് വന്നിരിക്കുന്നു നിങ്ങളെ പഠിപ്പിക്കുവാൻ. അപ്പോൾ ഇദ്ദേഹവും പഠിക്കുന്നു. നമ്മളെല്ലാവരും സ്റ്റുഡൻ്റാണ്. ഒരു ബാബ തന്നെയാണ് ടീച്ചർ. ഇപ്പോൾ ബാബ പഠിപ്പിക്കുന്നു. വീണ്ടും വന്ന് 5000 വർഷങ്ങൾക്ക് ശേഷം പഠിപ്പിക്കും. ഈ ജ്ഞാനം, ഈ പഠനം പിന്നെ അപ്രത്യക്ഷമാകും. പഠിച്ച ശേഷം നിങ്ങൾ ദേവതയാകും. 2500 വർഷം സുഖത്തിൻ്റെ സമ്പത്ത് നേടി പിന്നെ ദുഃഖമാണ്. രാവണൻ്റെ ശാപമാണ്. ഇപ്പോൾ ഭാരതം വളരെയധികം ദുഃഖിയാണ്. ഇത് ദുഃഖധാമമാണ്. പതീത പാവന വരൂ, വന്ന് പാവനമാക്കൂ എന്ന് വിളിക്കുകയും ചെയ്യുന്നുവല്ലോ. ഇപ്പോൾ നിങ്ങളിൽ ഒരു വികാരവും ഉണ്ടായിരിക്കാൻ പാടില്ല. എന്നാൽ പകുതി കൽപ്പത്തെ രോഗം പെട്ടെന്നൊന്നും മാറിപ്പോകില്ല. ആ പഠനത്തിലാണെങ്കിൽ ആരാണോ നല്ല രീതിയിൽ പഠിക്കാത്തത് അവർ ഫെയിലാകുന്നു. ആരാണോ പാസ് വിത്ത് ഓണർ ആകുന്നത് അവർ സ്കോളർഷിപ്പ് നേടുന്നു. നിങ്ങളിലും ആര് നല്ല രീതിയിൽ പവിത്രമായി മറ്റുള്ളവരെയും ആക്കുന്നത് അപ്പോൾ ഈ പ്രൈസ് നേടുന്നു. 8 പേരുടെ മാലയാണുള്ളത്. അവരാണ് പാസ് വിത്ത് ഓണർ. പിന്നെ 108ൻ്റെ മാലയുമുണ്ട്. ആ മാലയും സ്മരിക്കപ്പെടുന്നു. മനുഷ്യർ ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കുന്നില്ല. മാലയിൽ മുകളിലാണ് പുഷ്പം. പിന്നെയുള്ളത് ഡബിൾ മണികളായ മേരുവാണ്. സ്ത്രീയും പുരുഷനും 2 പേരും പവിത്രമാകുന്നു. ഇവർ പവിത്രമായിരുന്നുവല്ലോ, സ്വർഗവാസി എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ഇതേ ആത്മാവ് പിന്നെ പുനർജന്മം എടുത്തെടുത്ത് ഇപ്പോൾ പതീതമായിരിക്കുകയാണ്. വീണ്ടും ഇവിടെ നിന്നും പവിത്രമായി പാവന ലോകത്തിലേക്ക് പോകും. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകുന്നുവല്ലോ. വികാരി രാജാക്കന്മാർ നിർവികാരി രാജാക്കന്മാരുടെ ക്ഷേത്രവും മറ്റും ഉണ്ടാക്കി അവരെ പൂജിക്കുന്നു. അവർ തന്നെ പിന്നെ പൂജ്യരിൽ നിന്നും പൂജാരിയായി മാറുന്നു. വികാരിയാകുന്നതിലൂടെ പിന്നെ ആ ലൈറ്റിൻ്റെ കിരീടവും ഉണ്ടായിരിക്കുന്നില്ല. ഈ കളി ഉണ്ടാക്കപ്പെട്ടതാണ്. ഇത് പരിധിയില്ലാത്ത വണ്ടർഫുൾ ഡ്രാമയാണ്. മുൻപ് ഒരേ ഒരു ധർമ്മമാണ് ഉണ്ടായിരുന്നത്. അതിനെ രാമരാജ്യം എന്ന് പറയുന്നു. പിന്നെ മറ്റു ധർമ്മത്തിലുള്ളവർ വരുന്നു. ഈ സൃഷ്ടിയുടെ ചക്രം എങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു? അത് ഒരു ബാബയ്ക്ക് തന്നെയാണ് മനസ്സിലാക്കിക്കാൻ സാധിക്കുന്നത്.
ഭഗവാൻ ഒന്ന് തന്നെയാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സ്വയം ഭഗവാൻ ടീച്ചറായി പഠിപ്പിക്കുന്നു. അതിനാൽ നല്ല രീതിയിൽ പഠിക്കണം. സ്കോളർഷിപ്പ് നേടുന്നതിനായി പവിത്രമായി മറ്റുള്ളവരെ പവിത്രമാക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. ഉള്ളിൽ കാമം, ക്രോധം തുടങ്ങിയവയുടെ ഏതെല്ലാം ഭൂതം പ്രവേശിച്ചിരിക്കുന്നുവോ അവയെ പുറത്താക്കണം. എയിം ഓബ്ജക്റ്റ് മുന്നിൽ വച്ച് പുരുഷാർത്ഥം ചെയ്യണം. വരദാനം: മായയുടെ നിഴലിൽ നിന്നും മാറി ഓർമ്മയുടെ ഛത്രഛായയിൽ ഇരിക്കുന്ന നിശ്ചിന്ത ചക്രവർത്തിയായി ഭവിക്കട്ടെ. ആരാണോ സദാ ബാബയുടെ ഓർമ്മയുടെ ഛത്രഛായയ്ക്ക് കീഴിൽ ഇരിക്കുന്നത് അവർ സ്വയം സദാ സേഫായി അനുഭവിക്കുന്നു. മായയുടെ നിഴലിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉപാധിയാണ് ബാബയുടെ ഛത്രഛായ. ഛത്രഛായയിൽ ഇരിക്കുന്നവർ സദാ നിശ്ചിന്ത ചക്രവർത്തി ആയിരിക്കും. അഥവാ ഏതെങ്കിലും ചിന്തയുണ്ടെങ്കിൽ സന്തോഷം അപ്രത്യക്ഷമാകുന്നു. സന്തോഷം മറഞ്ഞു പോവുകയും ദുർബലമാവുകയുമാണെങ്കിൽ മായയുടെ നിഴലിൻ്റെ പ്രഭാവമുണ്ടാകുന്നു. കാരണം ദൗർബല്യം തന്നെയാണ് മായയെ ആഹ്വാനം ചെയ്യുന്നത്. മായയുടെ നിഴൽ സ്വപ്നത്തിലെങ്കിലും പതിഞ്ഞുവെങ്കിൽ വളരെയധികം വിഷമിപ്പിക്കും. അതിനാൽ സദാ ഛത്രഛായയുടെ കീഴിലിരിക്കൂ. സ്ലോഗൻ: വിവേകത്തിൻ്റെ സ്ക്രൂ ഡ്രൈവറിലൂടെ അലക്ഷ്യത്തിൻ്റെ ലൂസ് സ്ക്രൂവിനെ ടൈറ്റ് ചെയ്ത് സദാ അലേർട്ടായിരിക്കൂ. ഓം ശാന്തി. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റിലാക്സ്ഡ് ആയിരുന്ന് എൻ്റെ മനസ്സിനെ അന്തർമുഖമാക്കുമ്പോൾ മനസ്സിലെ സങ്കല്പങ്ങളുടെ ഗതി സാവധാനത്തിലാകുന്നു. സൈലൻസിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സൈലൻസിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്വയം ശക്തി സ്വരൂപമായി അനുഭവിക്കുന്നു. ശക്തി സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും ശക്തിയുടെ തരംഗങ്ങൾ നാലു ഭാഗത്തും പ്രസരിക്കുന്നു. ശക്തിയുടെ ഈ തരംഗങ്ങൾ എൻ്റെ ശരീരത്തിലേക്കും വ്യാപിക്കുകയാണ്. ആത്മസ്ഥിതിയിലിരുന്നു കൊണ്ട് ഇപ്പോൾ ഞാൻ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് എത്തിച്ചേരുകയാണ്. സർവശക്തിവാനിൽ മനസ്സ് ഏകാഗ്രമാക്കുമ്പോൾ ബാബയുടെ സമസ്ത ശക്തികളും വരദാനങ്ങളും എന്നിൽ നിറയുന്നു. ശക്തി സമ്പന്ന സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. നിർഭയത്വത്തിൻ്റെ ശക്തിയും സമസ്യകളെ ഇല്ലാതാക്കുവാനുള്ള ശക്തിയും വിഘ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും സഹനശക്തിയും എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു.
ഈ ശക്തിശാലി സ്ഥിതിയിലൂടെ ഞാൻ ശക്തിയുടെ അവതാരമായി മാറുന്നു. ശിവശക്തി സ്വരൂപമായി ഈ ഈശ്വരീയ ശക്തികളെ ഞാൻ സമസ്ത വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ഈ ഈശ്വരീയ ശക്തി പ്രകൃതിയിലെ തത്വങ്ങളെയും പ്രഭാവിതമാക്കുന്നു. അവയെയും ശാന്തമാക്കുന്നു. ഈ ശക്തികൾ അന്യ ആത്മാക്കളിലും നിറഞ്ഞ് അവരും ശക്തിശാലിയായി മാറുന്നു.